നമ്മുടെ നാട്ടിൽ വന്യമൃഗങ്ങൾ ഒരുപാട് ആളുകളെ കൊല്ലുന്നുണ്ട്. കടുവ, ആന, പുലി തുടങ്ങിയ വന്യമൃഗങ്ങൾ കേരളത്തിൽ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ് പത്രങ്ങളിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കേരളത്തിലെ നിയമം മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നിയമമാണ്. മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടൊരു നിയമമില്ല. അത് മൃഗങ്ങൾ ആ നിയമത്തിലൂടെ ജനങ്ങളെ നന്നായി മുതലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് പേരുടെ സ്വത്തും മുതലൊക്കെ ആനകളും മറ്റ് വന്യജീവികളൊക്കെ അപഹരിച്ച് കൊണ്ട് പോയിട്ടുണ്ട്. ഒരുപാട് പേരെ കൊന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ കേന്ദ്ര ഗവൺമെൻറ്റിനോട് അനുവദിച്ച് വെച്ചിരിക്കുകയാണ് നായാട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നായാട്ട് ചെയ്താൽ മാത്രമേ അവരെ ശല്യം നിർത്താനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അത് വനമന്ത്രി AK ശശീന്ദ്രൻ അടക്കം മുഖ്യമന്ത്രിയോട് ചേർന്നിട്ട് അതിനെ ന്യായീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് അനുമതി തരണം. കാരണം ഇന്ത്യയിൽ അങ്ങനൊരു നിയമമുണ്ട്. വന്യമൃഗങ്ങളെ കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ മനുഷ്യന് എവിടെയാണോ താമസിക്കാൻ സൗകര്യം അവിടെ മാത്രമേ മനുഷ്യന് താമസിക്കാൻ കഴിയുള്ളൂ. കാരണം എല്ലാവരുടെയും സാമ്പത്തിക നിലവാരം ഒരുപോലെയല്ല. അതുകൊണ്ട് ചില ആളുകൾക്ക് മലയോരങ്ങളിലും കാടിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിൽ മാത്രമേ താമസിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് ഈ വന്യമൃഗങ്ങളുടെ ശല്യത്തിലൂടെ അവർ കടന്നു പോകുന്നത്. അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി മാത്രമേ ഉള്ളൂ. അവിടെ സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് വന്യമൃഗങ്ങൾ ഇല്ലാത്തടത്ത് പോയി വീട് വെക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം അവർക്ക് അവരുടെ ജോലിയുള്ള ബന്ധത്തിൽ കൃഷി ആണ് അവരുടെ ജോലി. അതുകൊണ്ട് അവിടെ താമസിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വന്യമൃഗങ്ങളെ പേടിച്ച് നമുക്ക് ഓടിപ്പോകാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ നായാട്ടിന് അനുമതി കിട്ടുകയാണെങ്കിൽ ഒരുപാട് വന്യമൃഗങ്ങളെ ശല്യത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ നമുക്ക് കഴിയും. ഇത് ലോകത്തിൽ പല രാജ്യങ്ങളിൽ നടക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇന്തോനേഷ്യ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ കോമഡോ ഡ്രാഗൺസ് എന്ന പേരിലുള്ള വലിയ ദിനോസറുകളെ പോലുള്ള പല്ലികളുണ്ട്. അവ മാംസഭുക്കുകളാണ്. ഒരുപാട് വളർത്തുമൃഗങ്ങളെയും ആടുമാടുകളെയൊക്കെ അവർക്ക് തിന്നാനായിട്ട് കഴിയും. അവരുടെ മുഖ്യ ഭക്ഷണം അതൊക്കെയാണ്. അവർ പെറ്റ് പെരുകി കഴിഞ്ഞാൽ അത് മനുഷ്യർക്കും വന്യമൃഗങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് സർക്കാർ പ്രഗത്ഭരായിട്ടുള്ള തോക്കുധാരികളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ കൊല്ലാൻ അനുമതി കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് എണ്ണത്തിനെ കൊല്ലാറുണ്ട്. അപ്പോൾ അതുപോലുള്ള നിയമം നമ്മുടെ നാട്ടിലും വരേണ്ടത് ആവശ്യമാണ്. എന്നാലേ ജനങ്ങളെ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സർക്കാരിന് കഴിയുള്ളൂ.